ഖഡ്ഗപ്രഭാനികരവിസ്ഫുരണൈതദോഗ്രേ ശൂലാഗ്രകാന്തി നിവഹേന ദൃശോസുരാണാം എന്നാഗതാ വിലയമംശുമദിന്ദുഖണ്ഡാം യോഗ്യാനനം തവ വിലോകയതാം യദേതത് ഖഡ്ഗപ്രഭാനികരവിസ്ഫുരണൈതഥ ഉഗ്രേ ശൂലാഗ്രകാന്തി നിവഹേന ദൃശോ അസുരാണാം എന്നാഗത വിലയം അംശുമദിന്ദുഖണ്ഡ യോഗ്യാനനം തവ വിലോകയതാം യദേതത്. ഉഗ്രേ ഉഗ്രങ്ങളായ ഖഡ്ഗപ്രഭാ നികര വിസ്ഫുരണ വാളുകളുടെ പ്രഭാസമൂഹങ്ങളുടെ വിസ്ഫുരണങ്ങളാലും തഥ അപ്രകാരം ശൂലാഗ്ര കാന്തി നിവഹേന ശൂലാഗ്രങ്ങളുടെ കാന്തി നിവഹങ്ങളാലും അസുരാണാം ദൃശ അസുരന്മാരുടെ കണ്ണുകൾ വിലയം നാഗത നാശത്തെ പ്രാപിച്ചില്ല യദേതത് എന്നുള്ളത് തവ നിന്റെ അംശുമത് ഇന്ദുഖണ്ഡ യോഗ്യാനം അംശുമത്തായ ഇന്ദുഖണ്ഡം കൊണ്ട് പ്രകാശിക്കുന്ന മുഖത്തെ വിലോകയതാമേത് തദ്വിൽ കണ്ടുകൊണ്ടിരുന്നതിനാൽ തന്നെയാണ്. അല്ലയോ ദേവി, നിന്റെ ഖഡ്ഗങ്ങളിൽ നിന്നുള്ള പ്രഭാസമൂഹങ്ങളുടെ വിസ്ഫുരണങ്ങളാലും ശൂലാഗ്രങ്ങളുടെ കാന്തി നിവഹങ്ങളാലും അസുരന്മാരുടെ കണ്ണുകൾ നശിച്ചു പോകാതിരുന്നത് അർദ്ധചന്ദ്രനാൽ അലങ്കൃതമായ നിന്റെ മുഖത്തെ അവർ കണ്ടുകൊണ്ടിരുന്നതിനാലാണ്. അപ്പോൾ യുദ്ധോദ്യതയായ ദേവി ധരിച്ചിരുന്ന വാളുകളിൽ നിന്നുള്ള പ്രഭാസമൂഹങ്ങൾ മിന്നൽ കൊടികൾ പോലെ പ്രസരിച്ചിരുന്നു. ദേവിയുടെ കൈകളിലുള്ള ശൂലങ്ങളുടെ മുനകളിൽ നിന്നും അതിദീപ്തങ്ങളായ പ്രകാശരശ്മികൾ പുറപ്പെടുവിച്ചിരുന്നു. തീഷ്ണങ്ങളായ ഈ രശ്മികൾ നോക്കുന്നവരുടെ കാഴ്ച നശിപ്പിക്കാൻ പോകുന്നവയാണ്. എന്നിട്ടും അത് കണ്ട അസുരന്മാരുടെ കണ്ണുകൾ നശിച്ചില്ല. അതിന് കാരണം അവർ ദേവിയുടെ മുഖം കണ്ടുകൊണ്ടിരുന്നതിനാലാണ്. ദേവിയുടെ മുഖത്തെ പരിപൂർണ ചന്ദ്രബിംബാനുകാരി എന്നും ബുദ്ധ്യശശാങ്ക സദൃശച്ചവി എന്നും ദേവന്മാർ മുമ്പ് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദേവിയുടെ കിരീടത്തിൽ അർദ്ധചന്ദ്രൻ അലങ്കാരമായി അണിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ചന്ദ്രൻ അമൃതകിരണനാണെന്ന് പ്രസിദ്ധമാണ്. ഇവിടെ ദേവീ മുഖമാകുന്ന പൂർണ്ണചന്ദ്രനും ദേവി അലങ്കാരമായി അണിഞ്ഞിട്ടുള്ള അർദ്ധചന്ദ്രനുമുണ്ട്. രണ്ടിൽ നിന്നും പ്രസരിച്ച അമൃതകിരണങ്ങൾ അസുരന്മാരുടെ കണ്ണുകളിൽ നേരത്തെ തന്നെ പതിച്ചിരുന്നു. അമൃതകിരണങ്ങൾ തട്ടിയ കണ്ണുകളാകിയാലാണ് ഖഡ്ഗശൂലാദി ആയുധങ്ങളിൽ നിന്ന് പുറപ്പെട്ട അത്യുഗ്രമായ പ്രഭാരശ്മികൾക്ക് അസുരന്മാരുടെ കണ്ണുകളെ നശിപ്പിക്കാൻ കഴിയാഞ്ഞത്. ദുർവൃത്തവൃത്തശമനം തവ ദേവി ശീലം രൂപം തഥേതദവിചിന്യമതുല്യമന്യേ വീര്യം ച ഹന്ത്രുഹൃദദേവ പരാക്രമാണാം വൈരിഷ്വപി പ്രകടിദേവ ദയാത്വയേഥം. ദുർവൃത്തവൃത്തശമനം തവ ദേവി ശീലം രൂപം തഥേതത് അവിചിന്യമതുല്യമന്യേ വീര്യം ച ഹന്ത്രു ഹൃദദേവ പരാക്രമാണാം വൈരിഷ്വപി പ്രകടിദൈവ ദയാ ത്വയേഥം. അല്ലയോ ദേവി, തവ ശീലം നിന്റെ ശീലം അല്ലെങ്കിൽ നിന്റെ സ്വഭാവം ദുർവൃത്തശമനം ദുർവൃത്തന്മാരുടെ വൃത്തികളെ ശമിപ്പിക്കുന്നതാകുന്നു. തഥ അപ്രകാരം ഏതത് രൂപം ഈ രൂപം അന്യമായവയോട് അതുല്യം തുല്യതയില്ലാത്തതും അവിചിന്യം ചിന്തിക്കാനാകാത്തതുമാകുന്നു. വീര്യം നിന്റെ വീര്യം ഹൃദദേവ പരാക്രമാണാം ദേവന്മാരുടെ പരാക്രമത്തെ നശിപ്പിച്ചവരുടെ അല്ലെങ്കിൽ അസുരന്മാരുടെ ഹന്ത്രൂച നാശം വരുത്തുന്നതാകുന്നു. ഇത്തമപി ഇങ്ങനെയാണെങ്കിലും വൈരിഷു വൈരികളിൽ ത്വയ നിന്നാൽ ദയായവ ദയവ് തന്നെ പ്രകടമാക്കപ്പെട്ടിരിക്കുന്നു. അല്ലയോ ദേവി, ദുർവൃത്തന്മാരുടെ ദുർനടപടികളെ ശമിപ്പിക്കുന്നതാണ് നിന്റെ ശീലം. നിന്റെ രൂപമാണെങ്കിലോ മറ്റൊന്നിനോടും സാമ്യം പറയാനാകാത്തതും ചിന്തിച്ചറിയാൻ പോലും സാധിക്കാത്തതുമാണ്. നിന്റെ വീര്യമാകട്ടെ ദേവന്മാരുടെ പരാക്രമം ശമിപ്പിച്ച അസുരന്മാരെ നശിപ്പിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വൈരികളിൽ നീ ദയ തന്നെ പ്രകടിപ്പിച്ചിരിക്കുന്നു. അപ്പം ദേവിയുടെ കാരുണ്യവും മഹിമാതിശയവും ദേവന്മാർ തുടർന്ന് പുകഴ്ത്തി പറയുകയാണ്. ദുർവൃത്തന്മാരുടെ ദുർനടപടികളെ ശമിപ്പിക്കുന്നതാണ് ദേവിയുടെ ശീലം. അവരെ നശിപ്പിക്കുന്നില്ല. മഹിഷാസുരനും അനുയായികളും ദുർവൃത്തന്മാരായിരുന്നു. ദീർഘമായ നരകവാസം അർഹിച്ചിരുന്ന അവരെ ശസ്ത്രഭൂതരാക്കി വീരസ്വർഗത്തിൽ എത്തിച്ചത് മൂലം അവരുടെ ദുർവൃത്തങ്ങൾ നശിച്ചു. അവർക്ക് കൂടുതൽ ശ്രേഷ്ഠങ്ങളായ ലോകങ്ങൾ ലഭിക്കുകയും ചെയ്തു. ദേവിയുടെ രൂപമാണെങ്കിലോ ഇന്ദ്രാദികൾ മുൻപിൽ കാണുന്നുണ്ടെങ്കിലും അതിന് താരതമ്യം പറയാൻ മറ്റൊന്നും ദേവന്മാർക്ക് ലഭിക്കുന്നില്ല. ഈ കാണുന്ന രൂപം അതുല്യമാണെന്നും ഇപ്പോൾ മുമ്പിൽ കാണുന്നുവെങ്കിലും അത് ചിന്തിച്ചറിയാനാകാത്തതാണെന്നും പറയാനേ അവർക്ക് കഴിയുന്നുള്ളൂ. മഹിഷനുമായുള്ള യുദ്ധത്തിൽ പ്രകടിതമായ വീര്യവും വർണ്ണിക്കാനാകാത്തതാണ്. അപ്പം ദേവന്മാരെ തോൽപ്പിച്ചവരായ അസുരന്മാർ ദേവന്മാരെക്കാൾ പരാക്രമികളാണ്. അവരെ നശിപ്പിക്കുന്നതാണ് ദേവിയുടെ ശക്തി. ഇങ്ങനെയുള്ള മാഹാത്മ്യം ദേവിക്കുണ്ടെങ്കിലും ശത്രുക്കളിൽ ദേവി കൃപയാണ് പ്രകടിപ്പിക്കുന്നത്. കൃതമായ പാപങ്ങളുടെ ഫലമായി അനുഭവിക്കേണ്ട ദുരിതങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ശത്രുക്കൾക്ക് സ്വർഗപ്രാപ്തി നൽകുകയാണല്ലോ ദേവി ചെയ്തത്.